എല്ലാ മാന്യപ്രേക്ഷകർക്കും ജംഗിൾ ടൈംസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇരട്ട പൗരത്വം അംഗീകരിക്കില്ല, വിദേശകാര്യമന്ത്രി. തുമ്പിക്കൈയിൽ ഉറുമ്പ് കടിച്ചു, നർത്തകി ICUവിൽ. തെരഞ്ഞെടുപ്പ് നിരീക്ഷകയെ മർദ്ദിച്ചതായി പരാതി. ഇന്നത്തെ വാർത്തകൾ വിശദമായി. വാർത്തകളിലേക്ക് കിടക്കാം. ഇരട്ട പൗരത്വം അംഗീകരിക്കില്ല, വിദേശകാര്യമന്ത്രി. വാലാട്ടിക്കര. നായ്ക്കളുടെ ഇരട്ട പൗരത്വം അംഗീകരിക്കില്ലെന്നും ശിക്ഷിക്കുമെന്നും വനവിദേശകാര്യമന്ത്രി. ബൗ എന്ന ഒറ്റക്കുര മാത്രം അംഗീകരിക്കും. ബൗ ബൗ എന്ന ഇരട്ടക്കുര സമ്മതിക്കില്ല. അതേസമയം മങ്കിയുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് വാലാട്ടിക്കര നായ് മുന്നണി നേതാവ് അൽസേഷ് വാലിലമറ്റം ആരോപിച്ചു. പക്ഷികൾക്ക് കിയോം കിയോം എന്നും പൂച്ചകൾക്ക് മ്യാവ് മ്യാവ് എന്നും പറയാമെങ്കിൽ ബൗ ബൗ എന്നും അംഗീകരിക്കണം. ഈ വിഷയം സംബന്ധിച്ച് ഇനി ഒന്നും കുറയ്ക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുമ്പിക്കൈയിൽ ഉറുമ്പ് കടിച്ചു, നർത്തകി ICUവിൽ. ഉറുമ്പുശേഖരമംഗലം. തുമ്പിക്കൈയിൽ ഉറുമ്പ് കടിച്ചതിനെ തുടർന്ന് പ്രശസ്ത നർത്തകി കാർത്തുമ്പി ഗുരുതര നിലയിൽ. രാവിലെ ഒരു പൂങ്കുലയിലിരുന്ന് നൃത്തം അവതരിപ്പിക്കുമ്പോഴാണ് കാർത്തുമ്പിയുടെ കയ്യിൽ ഉറുമ്പ് കടിച്ചത്. കടിയുടെ വേദനയിൽ തുള്ളിപ്പോയ തുമ്പി തൽക്ഷണം അടുത്തുള്ള ആശുപത്രിയിലേക്കോ പറന്നെങ്കിലും ആശുപത്രി ഗേറ്റിൽ വീണു. തുടർന്ന് ജീവനക്കാർ താങ്ങിയെടുത്ത് ICUവിലെത്തിച്ചു. കാർത്തുമ്പിയുടെ അപകട വിവരമറിഞ്ഞ് പ്രദേശത്തെ തുമ്പികൾ തുള്ളലും പൂമ്പൊടി വിതരണവും നിർത്തിവെച്ചു. അതേസമയം കാർത്തുമ്പിയെ കടിച്ച ഉറുമ്പ് ആരെന്ന് അറിവായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകനെ മർദ്ദിച്ചതായി പരാതി. കപ്പത്തോട്ടത്തിൽ എലികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിരീക്ഷിക്കാനെത്തിയ പരമൻചേരയെ മർദ്ദിച്ചതായി പരാതി. ഇന്നലെ രാത്രിയിലാണ് സംഭവം. പെരിച്ചാഴി തങ്കന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എലികൾ മരച്ചീനി തുറക്കുമ്പോഴാണ് പരമൻചേര നിരീക്ഷകനായി എത്തിയത്. ഒരു എലിയെ ഇദ്ദേഹം മണത്തു നോക്കിയതായും വാ തുറന്ന് പേടിപ്പിച്ചതായും പറയുന്നു. അതിനിടെ അജ്ഞാത സംഘം പരമനെ മർദ്ദിക്കുകയായിരുന്നു. വാലിന് ക്ഷതമുണ്ട്.